ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. രോഹിത് കുടിച്ച് വെളിവില്ലാതെ ജഗദീപിനെ കിടന്ന് വിളിക്കുക. എടാ ജഗദീപേ കുടിക്കാൻ വെള്ളമില്ലടാ. എടാ ജഗദീപേ വെള്ളം വേണവടാ. ജഗദീപ് ഇങ്ങോട്ട് വന്നിട്ട് നോക്കിയിട്ട് പറയുക, ഇവനെ ഇന്ന് ഞാൻ അറബിക്കടലിൽ കൊണ്ടുപോയി മുക്കും. നേരം വെളുത്തപ്പ തുടങ്ങിയ കുടിയ, നിനക്കിന്ന് ഇവിടെ വെള്ളമില്ല. എടാ ജഗദീപേ വെള്ളം എവിടാടാ? ജഗദീപിന് ദേഷ്യം വന്നിട്ട് പറയാ, നീ ഇവിടെ കിടന്ന് വെള്ളം താടാന്ന് വിളിച്ച് പറയാമ്പോഴേ കൊണ്ടുവരാൻ നിന്റെ കെട്ടിയോളെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കുവാന്നോടാ. രോഹിത് പറയാ, എടാ നിന്റെ കെട്ടിയോൾ എവിടാടാ? അവളെ ഇങ്ങോട്ട് വിളിക്കടാ. നിനക്ക് പറ്റില്ലെങ്കിൽ നീ അവളോട് പറടാ എനിക്ക് വെള്ളം കൊണ്ടുവരാൻ. എടാ ഞാൻ ഇവിടുത്തെ ഗസ്റ്റാ. ഞാൻ ചോദിക്കുമ്പം കള്ള് തരാനും അതിലൊഴിക്കാൻ വെള്ളം തരാനുമാ നിന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്. ഇതല്ലെങ്കിൽ ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ജഗദീപിന് ദേഷ്യം കൊണ്ട് പറയുക, ലക്ഷണം കണ്ടിട്ട് ഇവൻ എന്റെ കൈ കൊണ്ട് തന്നെ തീരുവെന്നാ തോന്നുന്നത്. വിഷ്ണുവിന്റെ കൈക്കൊന്നും ഇവൻ പോവില്ല. എടാ ഞാൻ ഗസ്റ്റാണ്. ഗസ്റ്റിനെ നോക്കേണ്ട ഉത്തരവാദിത്തം ഉള്ളത് നിനക്കാണ്. ഇങ്ങനെ പോയാൽ നീ ഉടനെ തന്നെ ഗോസ്റ്റ് ആവും. എന്റെ ദൈവമേ, ഈ പട വന്ന് എന്റെ പടലേക്ക് തന്നെ കയറിയല്ലോ. ഇതിനൊക്കെ ഞാൻ എന്ത് പാവം ചെയ്തെന്നാ രോഹിത് അങ്ങോട്ട് തലയ്ക്ക് വെളിവില്ലാതെ അങ്ങോട്ട് ജഗദീപിനോട് പറയുക. എടാ ജഗദീപേ, ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഇല്ല. എന്നാ നീ കേട്ടോടാ, ഞാൻ രാജാവാടാ. ചെങ്കോലും കിരീടവും ഒക്കെ ഉപേക്ഷിച്ച രാജാവ്. എന്നിട്ടാണോ രാജാവേ ഇവിടെ വന്ന് ഈ വല്ലവന്റെ വീട്ടിൽ വന്ന് കിടക്കുന്നത്? എടാ നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെ വന്ന് അള്ളിപ്പിടിച്ച് കിടക്കാനായിട്ട്? നിന്നെ കൊണ്ടേ സുസ്മിതയ്ക്കൊരു ശല്യമില്ല, പക്ഷെ എനിക്ക് വലിയ ശല്യമാ. എന്താ വാടാ നീ പറയുന്നത്? എടാ മനുഷ്യനായ കുറച്ച് നാണവും മാനവും വേണം. ദൈവം സഹായിച്ച് ഇത് രണ്ടും നിനക്കില്ലല്ലോ. എനിക്കിത് രണ്ടും വേണ്ടടാ. എനിക്ക് നാണവും ഇല്ല മാനവും ഇല്ല. എനിക്ക് ഭാര്യയെ വേണ്ട, വീടുമില്ല, കുട്ടിയും ഇല്ല. ഇതൊന്നും ഇല്ലാത്തവൻ എന്തിനാടാ നാണവും മാനവും? സുസ്മിത അങ്ങോട്ട് കയറി വന്നിട്ട് നോക്കി നിൽക്കുക. സുസ്മിതയോട് ജഗദീപ് പറയുക, എന്തൊരു അഭിമാനത്തോടാ ഇവനിതൊക്കെ പറയുന്നത്. ഇതൊക്കെ കേട്ടിട്ട് എനിക്കങ്ങ് രോമാഞ്ചം കൊള്ളുന്നു. സുസ്മിത രോഹിത്തിനോട് പറയുക, രോഹിത്തെ നിനക്കെല്ലാം ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ പറയുന്ന പോലെ നീ കേൾക്കണം. സുസ്മിതേ, നീ നിന്റെ ചിറ്റപ്പനും പറയുന്ന പോലെ കേട്ടല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. ജഗദീപ് മനസ്സിൽ പറയുക, അത് തന്നെയാടാ പൊട്ട നിന്റെ നാശത്തിന് കാരണവും. സുസ്മിത പറയുക, രോഹിത്തെ നിന്നെ അടിച്ചിറക്കിയ വീട്ടിൽ പ്രതികാരത്തോടെ തിരിച്ചു കയറാനുള്ള വകുപ്പൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു തരാം. രാജാവിനെ പോലെ വീട് ഭരിക്കാനുള്ള ഒരു അവസരവും. അതിനി കുറച്ച് കാര്യങ്ങൾ കൂടി നീ ഞങ്ങൾക്ക് ചെയ്തു തരേണ്ടി വരും. ജഗദീപ് ചോദിക്കുക, ഇനി ഇവനെ കൊണ്ട് എന്ത് കാര്യം ചെയ്യിക്കാനാ സുസ്മിതേ? കുറച്ച് കുപ്പി വാങ്ങിച്ചു കൊടുത്താൽ എല്ലാം കുടിച്ചു തീർക്കാവുന്നല്ലാതെ ഒരാളുടെ നേരെ നിന്ന് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ത്രാണി പോലും ഇവനില്ല. ഞാൻ വന്നാ മതിയോ സുസ്മിതേ? എനിക്കെന്താ രാജാവായ പുളിക്കുവോ? ആ സമയത്ത് അങ്ങോട്ട് ചന്ദ്രബോസും ഉപേന്ദ്രനും കൂടെ വരികയാണ്. രോഹിത് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുവാണ്. അത് കണ്ടിട്ട് ചന്ദ്രബോസ് ചോദിക്കുന്നു, എന്താണ് ഇവിടെ? ചന്ദ്രബോസ് പറയുക, വിഷ്ണുവിന്റെ മഹാസുദർശന ചക്രത്തെ അടുക്കാൻ വിഷ്ണുവിന് പോലും ആകില്ലെന്നൊരു ചൊല്ലുണ്ട്. പക്ഷേ കളക്ടർ ശാലിനിയുടെ വിഷ്ണുവിനെ ഒതുക്കാൻ ശക്തനായ ഒരു പോരാളിയെ ഞാൻ ഉപേന്ദ്രന് തരുക. രോഹിത്തിനെ നോക്കിയിട്ട് പറയുന്നു, ഇവനെ വെച്ച് നമുക്ക് ഒതുക്കാം. ഇവനാണ് ഇപ്പോഴത്തെ തുറുപ്പ് ചീട്ട്. ഉപേന്ദ്രൻ പറയുക, എന്റെ സാമ്രാജ്യത്തിൽ കയറിയാണ് അവൻ ഗുണ്ടായിസം കാണിച്ചത്. എന്റെ കഴുത്തിൽ അറക്കവാൾ മുട്ടിച്ചവന്റെ കൊരവള്ളി അറക്കാൻ എനിക്കൊരു ഫോൺ കോളിന്റെ ആവശ്യമേ ഉള്ളൂ. പക്ഷേ അത് വേണ്ട. കർമ്മം ചെയ്യുമ്പോൾ മനസ്സറിഞ്ഞ് സ്വന്തം കയ്യിൽ മോതിര വിരലിൽ ദർഭയിട്ട് ചെയ്യണം. മനസ്സിലായില്ലേ ചന്ദ്രബോസിന്? എന്നെ അടിച്ചതിന് എനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ പ്രതികാരം വീട്ടണം. നിങ്ങൾ എനിക്ക് അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി തരണം. എന്റെ ചങ്ക് കലക്കിയവന്റെ അടിനാവി നോക്കി എനിക്കൊരു ചവിട്ട് ചവിട്ടണം. അവൻ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് അമ്മേന്ന് വിളിച്ചു പോകുന്ന ചവിട്ട് അതെനിക്ക് ചെയ്യണം. അപ്പൊ ജഗദീപ് ഒടിലുണ്ട് പറയുക, അപ്പോൾ വിഷ്ണുവിന്റെ കയ്യിന് ശരിക്കും മേടിച്ചോണ്ടുള്ള വരവ. ഇനി ഇവനും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. അതിനാണ് ഈ കൂട്ടിന് വിളിക്കുന്നത്. എത്ര കിട്ടിയാലും ഇവനൊന്നും നന്നാവില്ലല്ലോ. സുസ്മിത പറയുക, തന്റെ ശത്രുക്കളെല്ലാം ഒന്നിച്ച് തന്റെ മുന്നിലോട്ട് വരുമ്പോൾ നേരിടാൻ ഒറ്റയ്ക്ക് നിന്ന് നേരിടുന്നതിനേക്കാളും നല്ലത് ഒന്നിച്ച് നിന്ന് പോരാടുന്നതാ. തന്റെ മുന്നിലേക്ക് എല്ലാ ശത്രുക്കളും ഒന്നിച്ച് വരുമ്പോൾ ഏത് പോരാളിയും ഒന്ന് ഭയക്കും. ആ ഭയം ഒന്ന് മാത്രം മതി അവനെ തകർത്ത് പരാജയപ്പെടുത്താൻ. ജഗദീപ് മനസ്സിൽ പറയാം, അടുത്ത അടി വാങ്ങിച്ചു കൂട്ടാനുള്ള സാരോപദേശ ക്ലാസ്സാ നടക്കുന്നത്. ഇത് കേട്ടിട്ട് വേണം രണ്ടെണ്ണന്മാരുടെ പോയി പാങ്ങിന് വാങ്ങിച്ചു കൂട്ടാൻ. ഇവനൊന്നും എത്ര കിട്ടിയാലും മതിയാകുന്നില്ലല്ലോ. സുസ്മിതയോടനെ ജഗദീപിനോട് പറയാം, ജഗദീപേ ഒരു കുപ്പി ഉണ്ടോന്നൊന്ന് നോക്കിക്കേ. തന്ത്രങ്ങൾ മെനയുമ്പോൾ വീര്യം കൂടിയത് വരാൻ സോമരസം നല്ലൊരു വഴികാട്ടിയ. ജഗദീപ് അങ്ങനെ മദ്യബോട്ടിലും കൊണ്ടുവരുന്നത് രോഹിത് കണ്ടിട്ട്, എടാ ഇതിവിടെ ഉണ്ടായിട്ടാണോടാ ഞാൻ ചോദിച്ചപ്പോ ഇല്ലെന്ന് പറഞ്ഞത്? സുസ്മിതേ, ഇവൻ എന്നെ
തീരെ ബഹുമാനമില്ല കേട്ടോ, പറഞ്ഞാൽ അനുസരണയൊന്നും ഇവനില്ല എന്നും പറഞ്ഞ് രോഹിത്ത് ജഗദീപിന്റെ കയ്യിലെ മദ്യക്കുപ്പി ഇങ്ങനെ വലിച്ചു വാങ്ങിക്കുവാണ്. ചന്ദ്രബോസ് ഉപേന്ദ്രനോട് പറയാ, വിഷ്ണു ഇപ്പൊ തടിമില്ലിൽ വന്ന് ഇനി അവൻ നമ്മുടെ അണ്ണാക്കി കയറിയിരിക്കും, അതിനു മുൻപ് അവനെ തീർക്കണം. എന്റെ ഈ വരവിന്റെ ഉദ്ദേശവും അത് തന്നെയാ. കുടുംബദൈവങ്ങൾ കൂട്ടു നിൽക്കില്ലായിരിക്കും, എന്നാലും അവന്റെ ഒരു പിടി ബലിച്ചോറ് എനിക്ക് കാക്കയ്ക്ക് കൊടുക്കണം. ചന്ദ്രബോസ് പറയാ, കൊല്ലുന്നത് നമ്മളാണെങ്കിലും പക്ഷെ അകത്ത് പോകുന്ന ദേണ്ട അവനായിരിക്കണം. രോഹിത്തിനെ കാണിച്ചുകൊണ്ട് പറയുക, ജപ്തി നടന്നതിന്റെ സങ്കടത്തിൽ അനിയനെ പോലെ കൊണ്ടു നടന്നവനെ തഞ്ചത്തിൽ വിളിച്ചോണ്ട് പോയി മദ്യത്തിൽ വിഷം ചേർത്ത് കൊന്നു എന്നാക്കണം. അതുമല്ലെങ്കിൽ പകരം ചോദിക്കാൻ വന്ന വിഷ്ണുവിനെ ഒരു പിച്ചാത്തിപ്പിടിയിൽ തീർത്തു പുന്നാര അനിയൻ. ഇങ്ങനെ വേണമെങ്കിലും ആക്കാം. രണ്ടായാലും വിഷ്ണു എന്ന വടവൃക്ഷം അടിപതറി വീഴും എന്നേക്കുമായി. എന്ത് വേണം ഉപേന്ദ്രൻ തന്നെ അങ്ങ് തീരുമാനിക്കാം. എന്നിട്ട് വേണം ഇതിന് എനിക്കെന്ത് വേണമെന്ന് പറയാൻ. ഉപേന്ദ്രൻ ചാടി എണീറ്റിട്ട് പറയുക, കാശ് എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ അഭിമാനം, അതിനേറ്റ മുറിവ് അതിനെനിക്ക് പരിഹരിച്ചു തരണം. എനിക്ക് പിറക്കാതെ പോയ ഉണ്ണിയെന്ന് വിഷ്ണുവിനെ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം ആ ഒരു വേദന ഉള്ളിൽ ഒളിപ്പിച്ചുകൊണ്ടാ എൻ്റെ ഇങ്ങോട്ടുള്ള ഈ വരവ് തന്നെ. സത്യഭാമ എന്നെ കാന്തം പോലെ ആകർഷിച്ചവളാ. അവളുടെ കുലം മുടിക്കാതെ എനിക്കിവിടുന്ന് പോകാൻ പറ്റുമോ? ആഹാ, അത് കൊള്ളാമല്ലോ. ഇത് ഞങ്ങൾക്കൊരു പുതിയ അറിവാണല്ലോ. എന്തിനും ഞങ്ങൾ തയ്യാറാണ്, അല്ലേടി മോളെ എന്നിങ്ങനെ ചന്ദ്രബോസ്. പണം ഒഴുക്കാൻ ഉപേന്ദ്രൻ മുതലാളി തയ്യാറാണെങ്കിൽ മുതലാളിയുടെ മനസ്സിലെ വേദനകളെല്ലാം ഒഴുക്കിക്കളയാൻ ഞങ്ങളും തയ്യാറാ. ഒരു വലിയ യുദ്ധത്തിനായിട്ട് തന്നെ ഞാൻ വന്നിരിക്കുന്നത്. അതേ മഹാഭാരത യുദ്ധം പോലെ ഒരു യുദ്ധം. ഈ യുദ്ധത്തിൽ വിഷ്ണുവിനെ നേരിടാൻ എനിക്കൊരു പോരാളിയെ വേണം. അവന്റെ തലച്ചോറ് ചിന്നിച്ചെതറിക്കാൻ അവനെ വെല്ലുന്ന ഒരു പോരാളി, മുന്നിൽ നിർത്തി കളിക്കാൻ ആണായി പിറന്ന ഒരുത്തൻ. സുസ്മിത പറയുക, അവനെ ജയിക്കാൻ പോകുന്ന ഒരു പോരാളിയാണെങ്കിൽ ഇവനെ പോരാ. ആരെ? രോഹിത്തിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം വിഷ്ണുവിന്റെ കരളും ചങ്കുറപ്പും ഒക്കെ ഉള്ളത് അവന് മാത്രമുള്ളതാ. ഈ ഇരട്ടച്ചങ്കനെ നമ്മൾ കളിയാക്കി പറയാറുണ്ടല്ലോ, ആ പേര് ചേരുന്ന അവന് തന്നെയാ. അവനെ ജയിക്കാൻ മെയ്ക്കരുത്തും ആയോധന മുറകളും ഒന്നും നോക്കണ്ട. ചതി, നല്ല ഒന്നാം തരം ചതി, അത് മാത്രമേ വർക്കൗട്ട് ആകത്തുള്ളൂ. കാരണം ആണായി പിറന്നവനാണ് വിഷ്ണു. ശത്രുവാണെങ്കിലും അവന്റെ മഹത്വം വിളമ്പാതിരിക്കാൻ പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ആയുധം കൊണ്ടും അവനെ ജയിക്കാനാവില്ല. ഒളിപ്പോര്, അത് മാത്രമേ നടക്കൂ. എനിക്കത് അറിയാം സുസ്മിതേ. അവന്റെ ശൗര്യം ഞാൻ നേരിട്ട് കണ്ടതുകൊണ്ടാ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. മഹാഭാരത യുദ്ധത്തിൽ വില്ലാളി വീരനായ ഭീഷ്മരെ വീഴ്ത്തിയത് എങ്ങനാ, അതുപോലെ എനിക്കൊരു ശിഖണ്ഡിയെ വേണം. എന്റെ തലയ്ക്ക് മുകളിൽ മഹാവിഷ്ണുവിന്റെ ചക്രം പോലെ അറക്കവാളുമായി നിന്നവനെതിരെ എനിക്കൊരു ഡമ്മി പോരാളിയെ വേണം. എന്നാലേ എനിക്ക് അവൻ പോലും അറിയാതെ പിന്നിൽ നിന്നും കുത്താൻ പറ്റൂ. അതിനീ രോഹിത്ത് തന്നെയാണ് ബെസ്റ്റ്. വിഷ്ണുവിനെതിരെ ഞാൻ കണ്ടെത്തിയ ശിഖണ്ഡിയും ഇവൻ തന്നെ. ഇവരെല്ലാരും കൂടെ വിഷ്ണുവിനെതിരെ മെനഞ്ഞെടുക്കുന്ന തന്ത്രങ്ങളെല്ലാം ജഗദീപ് ഇങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ശ്യാമയെ അന്വേഷിച്ച് എങ്ങും കാണാതെ വിഷമിച്ച് ശാലിനി വീട്ടിലോട്ട് കയറി വരുവാണ്. ശാരദാമ്മ ഓടി വന്ന് ചോദിക്കുന്നു, മോളെ എന്തായി? നീ വന്നപ്പോൾ ശ്യാമയും കൂട്ടിയാ വരുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവൾ ഇവിടെ വന്നിട്ടില്ലേ അമ്മേ? അയ്യോ ഇല്ല മോളെ, നോക്കാവുന്നിടത്തെല്ലാം നോക്കി. ശ്യാമ പോകാറുള്ള അവളുടെ ഫ്രണ്ട്സുകളുടെ വീട്ടിലെല്ലാം നോക്കി അമ്മേ, പക്ഷെ അവിടെ എങ്ങും ചെന്നിട്ടില്ല. അവരെങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പോഴവിടേക്ക് വെള്ളത്തിലാകെ മുങ്ങിയതുപോലെ ശ്യാമയും ശാന്തയും കൂടെ അങ്ങോട്ട് വരികയാണ്. ശ്യാമയുടെ ആ വരവ് കണ്ട് അവരങ്ങ് അമ്പരന്ന് നോക്കുവാണ്. ശ്യാമ പൊട്ടിക്കരഞ്ഞോണ്ട് ഓടി വന്ന് ശാരദാമ്മ കെട്ടിപ്പിടിച്ചങ്ങ് കരയുവാണ്. അയ്യോ എന്താടി ഇത് മോളെ, ഇത് എന്താ ഇത്? നീ ഇതെവിടെയായിരുന്നു? എന്തിനാ ഞങ്ങളെ ഇങ്ങനെ തീ തീറ്റിക്കുന്നേ? എടി എന്താ ഉണ്ടായതെന്ന് നീ പറയേ. ശ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ശ്യാമ അമ്മയെ അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. ശാലിനി ശാന്തയോട് ചോദിക്കുന്നു, ശാന്തേച്ചി എന്താ ഉണ്ടായത്? ഇവളെ എവിടെ വെച്ചാ കണ്ടത്? ഇത്രയും നേരം ഇവളിത് എവിടെയായിരുന്നു? ആകെ നനഞ്ഞിരിക്കുന്ന ശ്യാമയെ നോക്കി ശാലിനി ചോദിക്കുന്നു, ഞങ്ങളെ സങ്കടപ്പെടുത്താനുള്ള വഴികളൊക്കെ നീ നോക്കി അല്ലേ എന്റെ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ ശാലിനിയെ കെട്ടിപ്പിടിക്കുക. മോളെ എന്താ ഉണ്ടായതെന്ന് നീ പറ. എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല. വിഷ്ണുവേട്ടൻ എൻ്റെ ഏട്ടനല്ലേ, എൻ്റെ കാണപ്പെട്ട ദൈവം. എന്നിട്ടും എന്നെയും വിഷ്ണുവേട്ടനെയും ചേർത്ത് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശാലിനി പറയണ്ടെന്ന് പറഞ്ഞങ്ങ് നിർത്തിക്കുവാണ്. വേണ്ട മോളെ, കൂടുതലൊന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. ശാന്ത പറയുക, ശ്യാമ ക്ഷേത്രക്കുളത്തിലോട്ട് ഇറങ്ങി പോകുന്നതാ ഞാൻ കണ്ടത്. ഈശ്വരൻ എന്നെ ആ വഴിക്ക് പറഞ്ഞു വിട്ടതാ. ഇത് കേട്ട് ശാരദാമ്മയും ശാലിനിയും അങ്ങ് ഞെട്ടുവാണ്. ഞാൻ ആ ക്ഷേത്രക്കുളത്തിൻ്റെ അടുത്തൂടെ പോകുമ്പോൾ
ആരോ ഒരാൾ ക്ഷേത്രക്കുളത്തിൻ്റെ നടുക്കോട്ട് ഇറങ്ങിപ്പോന്ന്. ആരാണെന്ന് നോക്കിയപ്പോൾ ശ്യാമയായിരുന്നു. ഞാൻ ഓടിച്ചെന്ന് ശ്യാമയെന്ന് വിളിച്ച്, ശ്യാമ എന്താ മോളെ നീ കാണിക്കുന്നത്? വേണ്ട, എന്നെ രക്ഷിക്കേണ്ട ശാന്തേച്ചി, എനിക്ക് മരിക്കണം, എനിക്ക് ആരുമില്ല. മോളെ നീ കരയണ്ട, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കാം. വാ മോളെ, നമുക്ക് വീട്ടിലോട്ട് പോകാം. വേണ്ട ശാന്തേച്ചി, ശാന്തേച്ചി എനിക്ക് മരിക്കണം. അങ്ങനെ ഒരു വിധത്തിലാണ് ഞാൻ പിടിച്ച് കയറ്റി കൊണ്ടുവന്നത്. ഈശ്വരൻ തോന്നിപ്പിച്ച് ഞാൻ ആ വഴിക്ക് ചെന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ ശ്യാമമോള് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദമ്മ, എടി നിനക്ക് എങ്ങനെ തോന്നിയടി? നീ എന്തൊക്കെയാ മോളെ ഈ കാണിച്ചത്? 10-30 വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഈ തീരുമാനം എടുത്തിരുന്നെങ്കിൽ നിങ്ങൾ ആരും ഇന്ന് ജീവനോടെ കാണത്തില്ലായിരുന്നു. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, അത് നീന്തി കയറുന്നിടത്ത ജീവിതത്തെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറയുന്നത്. ഫീരിക്കളാ മോളെ ആത്മഹത്യക്ക് ഒരുങ്ങുന്നത്. ദൈവം തന്ന ആയുസ് എടുക്കാൻ നമുക്ക് അവകാശമില്ല, അത് ഭഗവാന് തന്നെ കൊടുക്കേണ്ടതാ. സമയമാകുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ എടുത്തോണ്ട് പോവുകയും ചെയ്യും. അതുവരെ അത് ഭദ്രമായി കാത്തു സൂക്ഷിക്കേണ്ട കടമ നമുക്കുണ്ട്. ഇനി എൻ്റെ മോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് അമ്മയ്ക്ക് വാക്കതാ. എനിക്കാരുമില്ലമ്മേ, ഭർത്താവുമില്ല, മക്കളുമില്ല. ഞാൻ ഒറ്റപ്പെട്ടു പോയമ്മേ, എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ലമ്മേ. മോളെ ശ്യാമേ, എന്തൊക്കെയാണ് നീ പറയുന്നതൊക്കെ? ഇതിനാണോ നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതൊക്കെ? ഇതൊക്കെ നീ ചിന്തിച്ചുണ്ടാക്കി എടുക്കുന്നതാ. നഷ്ടപ്പെട്ടതൊക്കെ നീയായിട്ട് തിരിച്ചു പിടിക്കുക വേണ്ടത്, അല്ലാതെ ഇതുപോലെ മണ്ടത്തരം കാണിക്കുകയല്ല വേണ്ടത്. നോക്കു മോളെ, രോഹിത്തിന്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കും. പിന്നെ പപ്പിമോൾ ഇപ്പോഴും നിന്റെ മോള് തന്നെയാ. നീ ഈ സാഹസത്തിന് ഒരുങ്ങിയപ്പോൾ അതെന്താ നീ ഓർക്കാഞ്ഞേ? ഞാൻ നിനക്ക് അവളെ അറിഞ്ഞു തന്നതാ, അതുപോലെ നോക്കുമെന്ന് കരുതിയിട്ട്. എന്നിട്ട് നീ ഇപ്പൊ എന്താ കാണിച്ച്? തന്നിഷ്ടത്തിന് പോയി ചാകാൻ പോയി. ഇങ്ങനെ നിസാര കാര്യത്തിന് മരിക്കാൻ പോയാൽ ഭൂമിയിൽ പിന്നെ അതിനെ സമയം കാണൂ. അത് നല്ലതുപോലെ മനസ്സിലാക്കിയ ഒരാളാ ഞാൻ. എടി മോളെ, നമ്മൾ നമ്മുടെ അമ്മയെ കണ്ടല്ലേ പഠിച്ചത്. എന്തൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വന്നാലും നമ്മളുടെ അമ്മയുടെ മുഖത്തൊരു മാറ്റം ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ പ്രശ്നത്തെ മറികടക്കണമെന്ന് അമ്മ മനസ്സുകൊണ്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു ജീവിത കളരിയാ. ഇതിൽ നമ്മൾ ജയിച്ചാൽ പിന്നെ ഒരു ശക്തിക്കും ജീവിതത്തിൽ നമ്മളെ തോൽപ്പിക്കാനാവില്ല. ഇത് ഞാൻ പഠിച്ചത് നമ്മുടെ ഈ അമ്മയിൽ നിന്ന് തന്നെയാ. ശാരദാമ്മ പറയാ, ദേ ഇനി ഒരിക്കലും എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്ക് മുൻപേ പോകുന്നത് ഈ അമ്മയായിരിക്കും. മനസ്സ് തകർന്നൊരു മരണം, അങ്ങനെ ഒരു മരണം എൻ്റെ മക്കൾ എനിക്ക് നേടിത്തരുവോ? ഇല്ലല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളെ ഇവിടം വരെ എത്തിച്ചത്. അത് ഇതുപോലൊരു മരണത്തിൽ എത്തിക്കാനല്ല, ജീവിക്കാനായിട്ടാണ് ഞാൻ വളർത്തിയത്. ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ഇനി ഈ ചിന്തയിൽ പെടരുത്. ഇത് എൻ്റെ ഒരു അപേക്ഷയാ. കരഞ്ഞുകൊണ്ട് ശാരദാമ്മ 2 കൈയും കൂപ്പി ആ 2 പെൺമക്കളുടെയും മുന്നിൽ നിന്ന് പറയുവാണ്, മനസ്സ് തകർന്നുള്ള ഒരു അപേക്ഷ. ഇതെൻ്റെ മക്കൾ കേൾക്കണം. വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ശാരദാമ്മയെ ശ്യാമയും ശാലിനിയും ചേർന്ന് അങ്ങ് കെട്ടിപ്പിടിക്കുവാണ്. അങ്ങനെ ആ അമ്മയും മക്കളും അവരുടെ സങ്കടങ്ങളെല്ലാം അങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർക്കുക. ശ്യാമയെ തിരക്കിപ്പോയ വിഷ്ണുവിനെ കാണാഞ്ഞ് രാഘവേട്ടൻ ഇങ്ങനെ വിഷമിച്ച് വാതുക്കലോട്ട് നോക്കി നിൽക്കുക. ഇത് കണ്ടിട്ട് സത്യഭാമയ്ക്ക് തീരെ സഹിക്കുന്നില്ല. രാഘവേട്ടൻ ഇവിടെ കിടന്നിങ്ങനെ ആദ്യ പിടിച്ച് വല്ല അസുഖം വരുത്തി വെച്ചേക്കരുത്. പോയവരൊക്കെ പോയി എന്നങ്ങ് വിചാരിക്കുക. രാഘവേട്ടന് ദേഷ്യത്തിൽ ചോദിക്കുക, നിന്റെ മനസ്സ് എന്തുവാ ഭാമേ? കല്ലുകൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒന്നുമില്ലെങ്കിലും കുറെ നാൾ അവൾ നിനക്ക് വെച്ച് വിളമ്പി തന്നതല്ലേ? അവൾ വെച്ച് വിളമ്പി തന്നെങ്കിൽ അവൾ ഇവിടുന്ന് നല്ലതുപോലെ ഭക്ഷണവും കഴിച്ചിട്ടുണ്ട്. ഞാൻ ആ കണക്കിലങ്ങ് പെടുത്തിക്കോളാം. അയ്യോ, അത് കേട്ട് രാഘവേട്ടൻ അങ്ങ് തകരുക. ഛേ, കഷ്ടം. ഇത്രയ്ക്കൊന്നും അതപ്പതിക്കാൻ പാടില്ല ഭാമേ. നീ ഒരു സ്ത്രീയല്ലേ. ഇതല്ല ഇതിനപ്പുറം വന്നാലും സത്യഭാമ പഠിക്കില്ല. സത്യഭാമയ്ക്കൊരു മാറ്റവും വരില്ല. അപ്പോൾ ഫ്രണ്ട്സ്, സത്യഭാമയുടെ ക്രൂരതകൾ ഇങ്ങനെ തുടരുമായിരിക്കും. സത്യഭാമയ്ക്കുള്ള നല്ല ഒരു തിരിച്ചടി തന്നെ ഉടനെ കിട്ടുമെന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.